ഇന്ന് അതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ മേച്ചേരി അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പം പിറന്നാളിന് അമ്പലത്തിൽ പോയതുകൊണ്ട് ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോകുന്നില്ല എന്നൊക്കെയാണ് വിചാരിച്ചിങ്ങനെ നിന്നത്. പക്ഷേങ്കിൽ തലേന്ന് രാത്രി ഒരു കോൾ വരുന്നുണ്ട്, മേച്ചേരി അമ്പലത്തിൽ അതിൻ്റെ വീട്ടിലൊരു പൂജ ഉണ്ടെന്ന്. കാരണം ഞങ്ങൾക്ക് ഒരു ഓർമ്മയില്ല, അതൊരു കൊല്ലം മുന്നേ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ബുക്ക് ചെയ്ത് പോയതായിരുന്നു. അപ്പോൾ എന്നാൽ ഡേറ്റും കാര്യങ്ങളും വരാമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വിളിച്ചതാണ്, നാളെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ബർത്ത്ഡേക്ക് അന്ന് ആ പൂജ വന്നത് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കഴിച്ച് നേരെ പോരുന്ന വഴി അതിന് മുടി വെട്ടണമെന്ന് ചോദിച്ചപ്പോൾ വെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി കുത്തിരുന്ന കേട്ടോ. ആദ്യം കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വിശക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് പായസം അമ്പലത്തിൽ നിന്ന് കുടിച്ചതേ ഉള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു വാശിയിലായിരുന്നു ആയു. അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് നല്ലോണം നിന്നാൽ ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങളെങ്ങനെയൊക്കെയോ വെട്ടി പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ മാമൻ്റെ ഷോപ്പിൽ കടയിൽ കയറിയിട്ട് അതിന് പറഞ്ഞ മാതിരി ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടോ. അങ്ങനെ വീട്ടിലെത്തി മന്തീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി അങ്ങനെ ഉണ്ടാക്കി, പിറന്നാളിന് സദ്യയൊക്കെ ആയിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് മന്തി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് അതിന് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വിചാരിച്ച് ഞാൻ നേരെ മുക്കത്തേക്ക് പോയിട്ടോ അതിനെ ഉറക്കിയിട്ട്. അങ്ങനെ അപ്പുവേട്ടൻ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനെന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കോളാൻ പറഞ്ഞ്, ഓന് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു സംഭവമാണ് വാങ്ങിയത്. കാരണം അതിന് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഒറ്റയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ ഒരു ബൂട്ടാണ് അതിന് വാങ്ങിക്കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മന്തി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് കേട്ടോ രാത്രി കഴിച്ചത്. അങ്ങനെ ഇത്രയൊക്കെയുള്ള അതിൻ്റെ ബർത്ത്ഡേ